വിശ്വം ശർമ്മ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. പക്ഷെ തന്റെ ഭാര്യയുടെ കൊലയാളിയെ താൻ കണ്ടെത്തുമെന്ന ശപഥത്തിലായിരുന്നു അയാൾ. അപ്പോഴാണ് ഒരു കാഴ്ച അയാളുടെ കണ്ണിലുടക്കിയത്. തന്റെ വീട്ടിലുണ്ടായിരുന്ന വളർത്തുപക്ഷിയായിരുന്നു അത്. അതൊരു സംസാരിക്കുന്ന തത്തയാണ്. നീലം ശർമ്മയുടെ മരണത്തിന് ശേഷം ആ പക്ഷി ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ച് ഭയപ്പാടും ബഹളവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. മാത്രമല്ല, മരണാന്തര ചടങ്ങുകൾ നടക്കുന്ന സമയത്തും ചില സമയങ്ങളിൽ മാത്രം ഈ പക്ഷി വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കിയിരുന്നത് ശർമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. മാത്രമല്ല, നീലം ശർമ്മയുടെ മരണ ദിവസം ഈ പക്ഷി കിടന്നിരുന്ന കൂട് ഒരു തുണി കൊണ്ട് മറച്ച നിലയിലായിരുന്നു ഉണ്ടായതെന്നും ഇയാൾ സംശയം ജനിപ്പിച്ചു. സംസാരിക്കുന്ന തത്തയായതുകൊണ്ട് തന്നെ ഒരു ശ്രമം എന്ന നിലയിൽ ഇയാൾ തത്തയോട് സംസാരിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ കൊലപാതകം നേരിട്ട് കണ്ടതിന്റെ പരിഭ്രാന്തി പ്രകടിപ്പിക്കുന്നതാകാമെന്ന സംശയത്തിൽ തത്തയോട് സംസാരിച്ചെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. തന്റെ ബന്ധുക്കളിൽ ആരെങ്കിലുമാണ് ഭാര്യയുടെ മരണത്തിന് കാരണക്കാർ എന്നറിയാനായി മരണാന്തര ചടങ്ങിനെത്തിയ ബന്ധുക്കളുടെ പേരുകൾ ഓരോന്നായി തത്തയോട് പറയാൻ തുടങ്ങി. കൂട്ടത്തിൽ അശു എന്ന പേര് കേട്ടപ്പോൾ തത്ത വലിയ രീതിയിൽ അശു എന്ന് വിളിച്ചുകൊണ്ട് ബഹളം വെക്കാൻ തുടങ്ങി. വിശ്വം ശർമ്മ ഒന്ന് നടുങ്ങി. വിശ്വം ശർമ്മ ഈ വിവരം പോലീസിനോട് പറഞ്ഞു. ആരാണ് അശുതോഷ് എന്നതായിരുന്നു അവരുടെ ചോദ്യം. വിശ്വം ശർമ്മയുടെ മറുപടി ഇതായിരുന്നു: അവൻ എന്റെ അനന്തരവനാണ്, എന്റെ സഹോദരിയുടെ മകൻ. സ്വാതന്ത്ര്യത്തോടെ ഈ വീട്ടിലെ ഒരാളെ പോലെ കഴിഞ്ഞവൻ. മിക്ക ദിവസങ്ങളിലും അവൻ വീട്ടിൽ വരാറുണ്ട്. എന്റെ ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരം കഴിച്ചൊക്കെയാണ് അവൻ പോകാറ്. എന്റെ വളർത്തുനായയ്ക്കും അവൻ പ്രിയപ്പെട്ടവനാണ്. അവൻ തന്നെയാണ് ആ തത്തയെ അവന്റെ പേര് പറഞ്ഞ് പഠിപ്പിച്ചത്. ചെറുപ്പം തൊട്ടേ അശുതോഷ് ലഹരിക്ക് അടിമയായിരുന്നു.